വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ ഗോവ ഡേ 2 ആണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാക്കേജിൽ ഓൾറെഡി ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് ഈ സെയിം മെനു തന്നെ ആയിരുന്നു കേട്ടോ. ബ്രെഡ് ഓംലേറ്റ്, പൂരി ഭാജി, ആലു പൊറോട്ട. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലതായിരുന്നു. കഴിച്ച ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഗൈസ്, നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങലായി ഗൈസ്. ഉച്ചക്ക് തന്നെ വരുന്നു. അത് Bye guys, we are going to bye. Somewhere on the earth. Guys, today we are going to old church. Old Goa church. Old Goa church. Chadi pudava chittadi chikkan chikkan chida penne chiki chika chiki chika chiki chika muttedukadi mudil vekkadi chikkam chikkam chida penne chiki chika chiki chika chiki chika. ഇന്നലെ നമ്മൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ടൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ഡ്രൈവർ മാറിയപ്പോൾ നമ്മുടെ സ്വഭാവം മാറി ഗൈസ്. നമ്മുടെ ഇന്നലത്തെ ഡ്രൈവർ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് നമ്മളും സൈലൻ്റ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ കുറച്ച് ചില്ലായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ചില്ലായി ഗൈസ്. ലാസ്റ്റ് വീക്ക് നമുക്ക് ഹോസ്റ്റൽ ഡേ ആയിരുന്നു കേട്ടോ. അതിൻ്റെ വ്ളോഗ് കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അന്ന് നമ്മൾ ഈ ഡാൻസ് കളിച്ചായിരുന്നു. അതിൻ്റെ അഹങ്കാരമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡെസ്റ്റിനേഷനിൽ ഓൾഡ് ഗോവ ചർച്ച്. ഇവിടെ മറ്റേ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡല്ല, ഫോണേ അലൗഡല്ല ഗൈസ്. അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ വെറുതെ നടക്കുന്നു. ഇവിടെ ഫോണും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ഇവിടെ അധികമൊന്നും കാണിക്കാനില്ല. ഞങ്ങളും വലിയ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടു വന്നു. പിന്നെ ഓൾറെഡി കണ്ടതുകൊണ്ട് ആർക്കും കാണാനൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ അത്യാവശ്യം നല്ല റഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റുഡൻസൊക്കെ ട്രിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ മ്യൂസിയം ഉണ്ട്. അങ്ങോട്ട് നമ്മൾ ചർച്ചിൽ നിന്ന് ഇറങ്ങി മ്യൂസിയത്തിലേക്ക് പോകും. അവിടെ ക്യാമറ അലൗഡ് ആണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്തും കയറി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ ആണല്ലോ നമ്മുടെ മെയിൻ. പിന്നെ അവിടെ കുറേ മലയാളീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വെറുതെ കുറച്ച് വായൊക്കെ നോക്കി അവിടെ നിന്ന് ഞാൻ മുന്തിരി കളർട്ടെ മറ്റേ മുന്തിരി കളർ ഒരു ഫോട്ടോ എടുക്കാൻ പൂച്ചൊക്കെ കണ്ടു. ഓ മൈ ഗോഡ്, കണ്ണ് കാണൂല. ഞാൻ ഒരാൾ കണ്ണിലേക്കാ നോക്കും. അല്ല ഓളാ എവിടെയായിരുന്നു? സ്ഥലം എന്തായിരുന്നു? കണ്ണടി സ്ഥലം എന്തായിരുന്നു? പേരറിയാത്തൊരു മാർക്കറ്റിലാണ് നമ്മളുള്ളത്. എന്തായിരുന്നു മറന്നുപോയി ഗൈസ്. ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേയിലെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലാണ് കേട്ടോ, ഡോണപോള ബീച്ച്. അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റിൽ കുറേ ബീച്ച് ഡ്രസ്സസും ഹാറ്റ്സും ക്യാപ്സും ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ബീച്ചിലുള്ള പോലെ സെയിം സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇവിടുത്തെ ബീച്ച് ഡ്രസ്സസൊക്കെ മൊത്തത്തിലൊരു വൈറ്റ് മയായിരുന്നു ഗൈസ്. ആൻഡ് ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു എൻഡിലായിട്ട് നമുക്കൊരു
അടിപൊളി ഒരു സീ വ്യൂ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഈവനിങ്ങിലൊക്കെ നല്ല അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് ഇതിൻ്റെ കുറച്ചുകൂടി ഉള്ളിലോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ടിക്കറ്റൊക്കെ എടുത്താൽ നമുക്ക് കയറാൻ പറ്റും. പിന്നെ ടിക്കറ്റ് എടുത്ത വെയിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറിയിട്ടില്ല. നെക്സ്റ്റ് ലൊക്കേഷൻ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബീച്ച് ആൻഡ് അഗെയിൻ ബീച്ച്. ഗോവയിൽ ബീച്ച് മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് പോലുമില്ല. നോക്കി ഇവിടെ നമുക്ക് വേണമെങ്കിൽ സായിപ്പിന്റെ കൊടുത്ത് കൂട്ടാം. താങ്ക് യു. ഈ ബീച്ചിൻ്റെ പേര് പോലും നമുക്കറിയില്ല കേട്ടോ. ഇത് നമ്മുടെ സാധാരണ നമ്മൾ തൈക്കടപ്പുറത്തൊക്കെ പോയ പോലെ അങ്ങനെ ഒരു നോർമൽ ബീച്ചായിരുന്നു. ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഒരു സ്ട്രീറ്റ് വീഡിയോഗ്രാഫറൊക്കെ വന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ സ്ഥലങ്ങളിലല്ലാണ്ട് നമ്മൾ വേറെയും 2-3 അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷോർട്സ് ഇട്ടവർ അമ്പലത്തിൽ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ശ്രീക്കും അമ്പലത്തിൽ കയറാൻ പറ്റിയിട്ടില്ല. ഇവർ രണ്ടുപേരും മാത്രമേ അമ്പലത്തിലൊക്കെ കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ കറക്കൊക്കെ മതിയാക്കിയിട്ട് നേരെ റൂമിൻ്റെ അവിടെ വന്ന് ഇറങ്ങി. അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി ഷോപ്പിലൊന്ന് കയറി ഇനി നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് രാത്രിക്ക് ഇറങ്ങണം. ഗൈസ് നമ്മൾ ഇനി പബ്ബിൽ പോകാൻ പോവുകയാണ് ഗൈസ്. റെഡി ആയിട്ടില്ല, പകുതി റെഡിയായി. അപ്പം നമ്മൾ ടുഡേ ഗൈസ്. അപ്പോൾ നമ്മൾ അതേ പോകാൻ ജസ്റ്റ് റെഡി. അങ്ങനെ നമ്മൾ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷായിട്ട് നേരെ ബാഗയിലോട്ട് വിട്ടു കേട്ടോ. ഞങ്ങളൊരു ക്യാബ് പിടിച്ചിട്ട് ബാഗയിലോട്ട് വന്നു. ഞങ്ങളാദ്യം ടീറ്റോസിൽ കയറി. പക്ഷെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ടീറ്റോസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കയറിയത് റിക്കീസിലായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും ഓർമ്മയില്ല ഗൈസ്. അടിപൊളിയായിരുന്നു. പുലർച്ചയ്ക്ക് ഒരു 2-3 മണി വരെ നിർത്താണ്ട് ഈ തുള്ളലായിരുന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ 2-3 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ക്യാബൊക്കെ പിടിച്ച് നേരെ റൂമിലേക്ക് പോയി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.